യാ കമ്മിങ് 7 ഇച്ചിരി ലേറ്റായി. നമുക്ക് എയർപോർട്ടിൽ പോകണം. അവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എത്താറായെന്ന് തോന്നുന്നു. നമുക്ക് പോവാം സെബ. ഓക്കെ വാ. നമ്മളെവിടെ പോവാടാ? എയർപോർട്ടിൽ. എന്തിനാ പോകുന്നേ? കസിൻസിന് എടുക്കാൻ പോവാണോ? ചേച്ചിയും കുട്ടികളൊക്കെ ഓണത്തിന് വെക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. നമ്മൾ കുറച്ച് ലേറ്റാണ്. ഇപ്പോൾ സമയം രാവിലെ 4 മണിയാണേ. 4:30 ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവർ ഇറങ്ങുമ്പോഴത്തേക്കും നമുക്കങ്ങ് എത്താൻ പറ്റും കേട്ടോ. മഴ ആയതുകൊണ്ട് സെബാന് ക്ലാസ്സില്ല. അതുകൊണ്ട് എയർപോർട്ടിൽ പോയപ്പോൾ അവനെയും കൂട്ടി. 1 വർഷത്തെ ബ്രേക്കിന് ശേഷം കേട്ടോ ചേച്ചിയും കുട്ടികളൊക്കെ നാട്ടിൽ വരുന്നത്. ലാസ്റ്റ് ഇയർ വന്നപ്പോൾ 10 ദിവസത്തെ ലീവ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത്തവണ അങ്ങനല്ല, തികച്ച് 1 മാസം അവരിവിടെ ഉണ്ട് കേട്ടോ. ഇത്തവണത്തെ ഓണം എല്ലാവരും കൂടെ ഒന്നിച്ച് ആഘോഷിക്കാൻ ഞങ്ങൾ നേരത്തെ പ്ലാൻ ഇട്ടതാണ് കേട്ടോ. ഓണം മാത്രമല്ല വേറെ വിശേഷങ്ങൾ വരുന്നുണ്ട്. നമ്മളെത്തിയിട്ട് ഫ്ലൈറ്റ് വരാൻ കുറച്ചും കൂടെ ഡിലേ ആയി കേട്ടോ. ഇത് ചാൾസും റൈനും എൻ്റെ ചേച്ചിയുടെ കുട്ടികളാണ്. സെബാൻ വരുന്നതിന് മുന്നേ എൻ്റെ ആദ്യത്തെ മക്കൾ. ചേച്ചി ജോലിയൊക്കെ കിട്ടി ദുബായിൽ പോയപ്പോൾ കുട്ടികളെ നാട്ടിൽ എത്തിയിട്ടാട്ടോ പോയത്. അതുകൊണ്ട് ഇവരുടെ ചെറുപ്പകാലത്തിൽ കുറേ ടൈം ഞാനായിരുന്നു ഇവരുടെ അമ്മ. അതുകൊണ്ട് തന്നെ ഇവരോടൊക്കെ എനിക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആട്ടോ. സെബാനാണെങ്കിൽ കസിൻസ് വന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ്. ഇനി അങ്ങോട്ട് ഫുൾ അടിച്ച് പൊളിക്കാനാണ് അവൻ്റെ പ്ലാന്. അവന് സ്കൂളിൽ ക്ലാസ് ഉണ്ട്. പക്ഷേ ദുബായിലെ കുട്ടികൾക്ക് ഇപ്പോൾ സമ്മർ വെക്കേഷൻ ആട്ടോ. പിള്ളേരൊക്കെ എത്ര പെട്ടെന്നല്ലേ വലുതാവുന്നേ. ചാൾസിന് എൻ്റെ ഒപ്പം ഹൈറ്റായി. ഇനി 1 മാസത്തേക്ക് ഫുൾ അടിപൊളിയായിരിക്കും കേട്ടോ. ദുബായ്ക്കാർ നാട്ടിൽ വന്നാൽ ആദ്യം ഫുഡടി, പിന്നെ പെട്ടി പൊട്ടിക്കൽ. അതിനൊരു മാറ്റമില്ല കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ പെട്ടി പൊട്ടിക്കായിരുന്നേ. സംഭവം ഇപ്പോൾ ദുബായ് കിട്ടുന്നതെല്ലാം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ കിട്ടും. പക്ഷേ എന്നാലും അവിടെ നിന്നൊരു ലഗേജ് വരുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു വിക്സിനും ടൈഗർ ബാമിനും ഇന്നും ഭയങ്കര വിലയാണ് കേട്ടോ. ഇത്തവണ നമ്മൾ കൂടുതലും ഷോപ്പിംഗ് പ്ലാൻ ചെയ്തിരിക്കുന്ന കൊച്ചിൻ തന്നെയാണ്. എങ്കിലും എന്തെങ്കിലുമൊക്കെ ലൊട്ടിലൊടുക്ക് സാധനങ്ങൾ ചേച്ചി അവിടെ നിന്ന് കൊണ്ടുവരും കേട്ടോ. സെബാനിപ്പോൾ കാര്യങ്ങളൊക്കെ ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങിട്ടോ. അതുകൊണ്ട് തന്നെ ലിൻഡോമ്മ നാട്ടിലേക്ക് വരുന്നതിന് മുന്നേ ലിസ്റ്റ് ഓഫ് ചോക്ലേറ്റ്സ് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. നാട്ടിലേക്ക് വരുന്നതിന് 2 ആഴ്ച മുന്നേ തുടങ്ങുമല്ലോ ഇതിൻ്റെ ഷോപ്പിങ്ങും പാക്കിങ്ങും ഒക്കെ ആയിട്ട്. അപ്പം മുതലുള്ള വീഡിയോ കോളിലൊക്കെ കണ്ടിരിക്കുന്ന സാധനങ്ങളാട്ടോ ഈ വന്നിരിക്കുന്ന മൊത്തം. Nice, no? Oh my god! Candy. So? I love this candy. Nice, no? ഞങ്ങളുടെ ഫാമിലിയിൽ 3 ആമ്പിളർക്ക് ശേഷം കേട്ടോ സേര ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ദുബായ് പെട്ടിയിൽ സേരയ്ക്കുള്ള ഐറ്റംസ് ആയിരുന്നു കേട്ടോ കൂടുതൽ. ഡ്രസ്സും ആക്സറീസും മേക്കപ്പ് ഐറ്റംസും ഒക്കെ ആയിട്ട് ഫുള്ള് സേരേനെ ഹാപ്പി ആക്കാനുള്ള സാധനങ്ങൾ. ചേച്ചിക്കാണെങ്കിൽ ഒരു പെൺകുഞ്ഞില്ല എന്നുള്ളതിൻ്റെ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. അത് മൊത്തം അവൾ തീർക്കുന്നത് ഇവക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ടാണ്. ഇവക്കാണെങ്കിൽ ഇൻഡോമയുടെ മേക്കപ്പ് ഐറ്റംസിലൊക്കെ ഭയങ്കര കണ്ണാണേ. ഇനി സേരയ്ക്ക് വേണ്ടി വേറൊരു ഹാൻഡ് ബാഗ്. Can you give me Fluffy? Appa. I name him Fluffy. Fluffy. Ini mandi. Matai. More spray. Oh. One of two. ഇറങ്ങിയതാണല്ലോ. ഈ പേടിയായിരുന്നു അമ്മക്ക് ഇടയല്ലേ ഉള്ളൂ. അമ്മ തിന്നായിരിക്കാൻ വേണ്ടി ഞാൻ മാവത്ത് പോയി. ഇനിയും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ സ്പെഷ്യലാണ് നമ്മുടെ ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പിൽ നിന്ന് വന്ന കവറ്. അത് വന്നതും കണ്ടു, അതുമായിട്ട് റൂമിൽ കയറുന്നതും കണ്ടു. പിന്നെ അത് കണ്ടിട്ടില്ല. പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ടാണ് പുറത്തേക്ക് വരാത്തതെന്ന് നമുക്കങ്ങ് വിചാരിക്കാം.